മീനയുടെ കുറിപ്പുകൾ സെപ്റ്റംബർ 30. 8 മണിയോടെ ഞങ്ങൾ സെവാർഡിൻ്റെ മുറിയിൽ മേശയ്ക്ക് ചുറ്റും കൂടി. അന്തരീക്ഷത്തിന് ഒരു കമ്മിറ്റി മീറ്റിങ്ങിൻ്റെയോ മറ്റോ ഛായ തോന്നി. പ്രൊഫസർ വാൻ ഹെൽസിംഗ് ആണ് നേതൃത്വം വഹിച്ചത്. അദ്ദേഹത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഞാനിരുന്നു. എൻ്റെ അരികെ ജൊനാഥൻ, എതിർവശത്ത് ആർത്തർ, ഡോക്ടർ സെവാർഡ്, ക്വിൻസി എന്നിവരും ഇരുന്നു. പ്രൊഫസർ സംഭാഷണം ആരംഭിച്ചു. നമ്മുടെ മുമ്പിലുള്ള കടലാസുകളിലെ വിവരങ്ങൾ എല്ലാം തന്നെ ഏവർക്കും അറിയാവുന്നതാണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നമുക്ക് നേരിടാനുള്ള ശത്രു എങ്ങനെയുള്ളതാണെന്ന് ഞാൻ വിവരിക്കാം. പിന്നീട് ഞാൻ അവൻ്റെ ചരിത്രത്തെപ്പറ്റി ചിലത് പറയാം. അങ്ങനെ നമുക്ക് എങ്ങനെയെല്ലാമാണ് പ്രവർത്തിക്കേണ്ടതെന്ന് തീരുമാനിക്കാം. രക്തരക്ഷസുകൾ എന്ന ചില പിശാചുക്കളുണ്ട്. അവ ഉണ്ടെന്നുള്ളതിന് നമുക്ക് തന്നെ വ്യക്തമായ തെളിവുകളുണ്ടല്ലോ. ഞാൻ സമ്മതിക്കാം, ആദ്യത്തിൽ ഞാൻ തന്നെ സംശയത്തിലായിരുന്നു. ചിരകാല പരിചയം കൊണ്ടാണ് എനിക്ക് വിശ്വാസം വന്നിട്ടുള്ളത്. എനിക്കിപ്പോഴുള്ള അറിവ് ആദ്യത്തിലുണ്ടായിരുന്നെങ്കിൽ, അല്ല അതിനെപ്പറ്റി ഊഹിക്കാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ, നമുക്കത്രയും പ്രിയപ്പെട്ട ആ വിലയേറിയ ജീവിതം ഒരിക്കലും നഷ്ടപ്പെടുകയില്ലായിരുന്നു. പക്ഷേ അതേതായാലും കഴിഞ്ഞുപോയി. ഇനി വേറൊരു ജീവിതം കൂടി നഷ്ടപ്പെടാതെ കഴിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്കതിനുള്ള കഴിവുണ്ട്. നമ്മുടെ ഇടയിലുള്ള രക്തരക്ഷസിന് ഇപ്പോൾ തന്നെ 20 ആളുകളുടെ കരുത്തുണ്ട്. അവൻ അതിസൂത്രശാലിയാണ്. ആ സാമർത്ഥ്യം യുഗങ്ങളിലൂടെ വളർത്തിയെടുത്തതുമാണ്. എല്ലാ പ്രേതങ്ങളും മരിച്ചു പോയവരുടെ ആത്മാക്കളെല്ലാം അവൻ്റെ ആജ്ഞയ്ക്ക് വിധേയരാണ്. അവൻ ക്രൂരനാണ്, കൊടും ക്രൂരൻ, നീചനാണ്. അവന് ഹൃദയമെന്നൊന്നില്ല. ചില പരിധികളൊക്കെയുണ്ടെങ്കിലും ഏതു രൂപത്തിൽ വേണമെങ്കിലും എപ്പോഴും എവിടെയും പ്രത്യക്ഷപ്പെടാനുള്ള കഴിവ് അവനുണ്ട്. തൻ്റെ അതിർത്തിയിലുള്ള എല്ലാ ശക്തികളെയും നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടവന്. കൊടുങ്കാറ്റ്, മൂടൽമഞ്ഞ്, ഇടിമുഴക്കം എല്ലാം അവനെ അനുസരിക്കുന്നു. എലി, കഴുകൻ, കടവാതിൽ, ശലഭം, കുറുക്കൻ, ചെന്നായ തുടങ്ങി എല്ലാ ചെറുജീവികളെപ്പോലും അവന് തൻ്റെ ഇച്ഛാനുസരം പ്രവർത്തിപ്പിക്കാം. അവന് ആകാശം മുട്ടുന്നത്ര വലിയ രൂപം കൊള്ളാനും അതുപോലെ കടുക് മണി പോലെ ചെറുതാവാനും കഴിയും. നോക്കിയിരിക്കെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞു പോകാനും ആരും അറിയാതെ ആൾക്കാരെ സമീപിക്കാനും അവന് കഴിയും. അപ്പോൾ പിന്നെ നാം എങ്ങനെയാണ് ആരംഭിക്കേണ്ടത്? എങ്ങനെയാണ് അവനെ നശിപ്പിക്കുന്നത്? എങ്ങനെയാണ് നാം അവൻ്റെ വസതി കണ്ടുപിടിക്കുക? ഇനി കണ്ടുപിടിച്ചാലും എങ്ങനെയാണ് അവനെ കൊല്ലുക? സുഹൃത്തുക്കളെ, ഇത് ചില്ലറ ജോലിയല്ല. ഏറ്റവും ക്ലേശകരമായ ഒരു പ്രവൃത്തിയാണ് നാം ഏറ്റെടുത്തിരിക്കുന്നത്. ഏത് ധീരചിത്തനെയും ഞെട്ടിവിറപ്പിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാം. ഈ സമരത്തിൽ നാം പരാജയപ്പെടുകയാണെങ്കിൽ പിന്നെ നമ്മുടെ അവസാനം എന്തായിരിക്കും? മരിക്കുന്നതിൽ എനിക്ക് വേദനയില്ല, ഞാൻ അവനെ ഭയപ്പെടുന്നുമില്ല. പക്ഷേ ഇവിടെ പരാജയപ്പെടുകയെന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും മാത്രം കാര്യമല്ല. അതിനർത്ഥം നമ്മളും അവനെ പോലെ തന്നെയാവുമെന്നാണ്. പിന്നീട് രാത്രികാലങ്ങളിൽ പിശാചുക്കളെപ്പോലെ നമ്മളും ഇറങ്ങി നടന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ രക്തം കുടിക്കാൻ തുടങ്ങും. നമ്മുടെ മുമ്പിൽ സ്വർഗകവാടം എന്നേക്കുമായി അടയ്ക്കപ്പെടും. പിന്നീട് നമുക്കാരാണ് ഉൾഗതി തരിക? വേദനിക്കുന്നവർക്ക് വേണ്ടി കുരിശിലേറിയ ആ പുണ്യാത്മാവിൻ്റെ പ്രകാശത്തിന് മുമ്പിൽ നാം കളങ്കിതരായിത്തീരും. യുഗങ്ങളോളം എല്ലാവരെയും കിടിലം കൊള്ളിച്ചുകൊണ്ട് നാം ജീവിക്കും. നമ്മുടെ കടമകളുടെ മുമ്പിൽ നാം പേടിച്ച് പിൻവാങ്ങണോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, ഒരിക്കലും പിന്മാറുകയില്ല. പക്ഷേ എനിക്ക് വയസ്സായി, നിങ്ങൾക്ക് ചെറുപ്പമാണ്. ജീവിതം ആസ്വദിക്കപ്പെടാൻ കിടക്കുന്നതേയുള്ളൂ. നിങ്ങൾ എന്തു പറയുന്നു? അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ജൊനാഥൻ എൻ്റെ കൈ പിടിച്ചു. ആദ്യം അദ്ദേഹം കൈ നീട്ടുന്നത് കണ്ടപ്പോൾ ഞാൻ അത്യധികം ഭയപ്പെട്ടു. ഭീതിതമായ ആ വിവരണം അദ്ദേഹത്തെ ആകെ തകർത്ത് കളഞ്ഞേക്കുമോ? പക്ഷേ തികഞ്ഞ ധീരതയോടെയും ആത്മവിശ്വാസത്തോടെയും കൂടിയാണ് അദ്ദേഹം എൻ്റെ കൈ പിടിച്ചത്. ആ കരസ്പർശം എനിക്ക് തന്നെ ഉണർവേകി. അദ്ദേഹം നിർത്തിയപ്പോൾ ജൊനാഥൻ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ അങ്ങോട്ടും. ഞങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. മീനയ്ക്കും എനിക്കും വേണ്ടി ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, അദ്ദേഹം പറഞ്ഞു. ഞാനും ഒപ്പമുണ്ടാവും, പ്രൊഫസർ, ക്വിൻസി സഹജമായ ലാഘവത്തോടെ പറഞ്ഞു. ലൂസിയുടെ ആത്മാവിന് വേണ്ടി ഞാൻ പറയുന്നു, ആർതർ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഡോക്ടർ സെവാർഡ് തല കുലുക്കുക മാത്രമേ ചെയ്തുള്ളൂ. പ്രൊഫസർ എഴുന്നേറ്റ് നിന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ കുരിശ് മേശപ്പുറത്ത് വെച്ച ശേഷം 2 കൈകളും ഇരുവശത്തേക്കും നീട്ടി. ഞാൻ അദ്ദേഹത്തിൻ്റെ ഇടത് കൈ പിടിച്ചു, ആർതർ വലത് കൈയും. ജൊനാഥൻ ഒരു കൈകൊണ്ട് എൻ്റെ ഇടത് കൈ പിടിച്ചു.
മറ്റേ കൈ ക്വിൻസിയുടെ നേരെ നീട്ടി. അങ്ങനെ ഞങ്ങൾ പരസ്പരം കരം ഗ്രഹിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞയെടുത്തു. എനിക്കെൻ്റെ ഹൃദയം മഞ്ഞുപോലെ തണുത്തുപോയതായി തോന്നി. പക്ഷേ പിന്മാറണമെന്ന് തെല്ലുപോലും തോന്നിയില്ല. ഞങ്ങളെല്ലാവരും സ്വസ്ഥാനങ്ങളിൽ ഇരുന്നു. പ്രൊഫസർ ഉത്സാഹത്തോടെ സംഭാഷണം തുടർന്നു. ഗൗരവപൂർണമായ കാര്യം ആരംഭിക്കുകയായിരുന്നുവെന്ന് ആ പ്രസന്നഭാവം വിളിച്ചോതി. ശരി, നമുക്ക് ഈ ജോലി എളുപ്പത്തിലൊന്നും ചെയ്തു തീർക്കാമെന്ന് കരുതരുത്. എങ്കിലും നമ്മളും നിസ്സഹായരല്ല. രക്തരക്ഷസുകൾക്ക് നിഷേധിക്കപ്പെട്ടിട്ടുള്ള ചില സിദ്ധികളൊക്കെയുണ്ട് നമുക്ക്. ശാസ്ത്രം നമ്മുടെ സഹായത്തിനുണ്ട്. നാം ചിന്താ സ്വാതന്ത്ര്യമുള്ളവരാണ്. പകലും രാത്രിയും ഒരുപോലെ നമുക്ക് പ്രവർത്തിക്കുകയുമാകാം. നമ്മുടെ ശക്തികൾ ഉപയോഗിക്കുന്നതിൽ നമ്മെ തടുക്കാൻ ഒരുത്തനും കഴിയുകയില്ല. നമ്മുടെ ലക്ഷ്യത്തെപ്പറ്റി നാം ബോധവാന്മാരാണ്. അത് തികച്ചും നിസ്വാർത്ഥവുമാണ്. ഇനി നമുക്ക് രക്തരക്ഷസുകളിൽ പൊതുവിലും ഡ്രാക്കുളയിൽ പ്രത്യേകമായും ഉള്ള കരുത്തുകളെപ്പറ്റി ചിന്തിക്കാം. ഐതിഹ്യങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നമുക്ക് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നത്. ഒരു ജീവൻ മരണ പ്രശ്നത്തിൻ്റെ മുമ്പിൽ ഇതൊക്കെ നിസ്സാരങ്ങളാണ്. എന്നാലും നാം ഇച്ഛാഭംഗപ്പെടാൻ പാടില്ല. കാരണം നമുക്ക് വേറെ യാതൊരു ആധാരവുമില്ല. ഇപ്പോൾ രക്തരക്ഷസുകളെപ്പറ്റി എല്ലാം തന്നെ നാം വിശ്വസിക്കുന്നില്ലേ? ഒരുപക്ഷെ ഒരു കൊല്ലത്തിന് മുമ്പായിരുന്നെങ്കിൽ നമ്മുടെ മറ്റ് 100,000 ജോലി തിരക്കിനിടയിൽ നാം അതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്കത് വിശ്വസിക്കാൻ കഴിയുമോ? നമ്മുടെ സ്വന്തം കൺമുമ്പിൽ കണ്ട അനുഭവങ്ങളാണ്. എന്നാൽ കേട്ടോളൂ, ഈ രക്തരക്ഷസിനെയും അവനെ നശിപ്പിക്കാനുള്ള ഉപാധികളെയും പറ്റിയുള്ള വിജ്ഞാനവും വെറും വിശ്വാസങ്ങളായിരിക്കാം. പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ലോകത്തിലുള്ള ജനസമൂഹം മുഴുവനും രക്തരക്ഷസുകൾ വിശ്വസിക്കുന്നുണ്ട്. റോമിലും ഗ്രീസിലും ഇറ്റലിയിലും ഫ്രാൻസിലും ചീനയിലും ഇന്ത്യയിലും അങ്ങനെ എല്ലായിടത്തും അവയുണ്ട്. ജനങ്ങൾ അവയെ ഭയപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ തിക്തമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കാര്യങ്ങൾ വിശ്വസിക്കാൻ നാം തികച്ചും ബാധ്യസ്ഥരായിരിക്കുന്നു. രക്തരക്ഷസുകൾക്ക് എത്ര കാലം ചെന്നാലും മരണമില്ല. ജീവനുള്ളവരുടെ രക്തം കുടിക്കുമ്പോൾ അവർ കൂടുതൽ കരുത്തു നേടുന്നു. നാം നേരിൽ കണ്ടതാണല്ലോ. രക്തപാനം കൊണ്ട് അവർ കൂടുതൽ യുവത്വം ആർജിക്കുക പോലും ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ആഹാരമില്ലാതെ, രക്തം കുടിക്കാൻ കിട്ടാതെ അവന് ജീവിക്കാൻ വയ്യ. നമ്മെപ്പോലെ മറ്റു ഭക്ഷണമൊന്നും അവൻ കഴിക്കുകയില്ല. നമ്മുടെ സുഹൃത്ത് ജൊനാഥൻ കുറെ ആഴ്ചകളോളം ഡ്രാക്കുളയുടെ കൂടെ ജീവിച്ചിട്ടും ഒരിക്കലെങ്കിലും അവൻ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടില്ല. അവന് നിഴലില്ല, കണ്ണാടിയിൽ പ്രതിഫലിച്ചു കാണുകയില്ല. അതും ജൊനാഥൻ കണ്ടറിഞ്ഞിട്ടുള്ളതാണ്. അവൻ്റെ കൈകൾക്ക് ഇരുമ്പ് മസിലുകളുടെ കരുത്തുണ്ട്. അതിനും സാക്ഷി ജൊനാഥൻ തന്നെ. അവനു ചെന്നായിയായി തീരാൻ കഴിയും. വൈറ്റ് ബീയിൽ അണഞ്ഞ കപ്പലിൽ നിന്ന് നാം അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അവന് കടവാതിലാവാൻ കഴിയും. മീന ലൂസിയുടെ മുറിയുടെ ജനവാതിൽക്കൽ അവനെ കണ്ടിട്ടുണ്ട്. സുഹൃത്ത് സെവാർഡ് തൻ്റെ വീടിനരികിൽ നിന്ന് അവൻ പറന്നകന്നു പോകുന്നത് കണ്ടിരിക്കുന്നു. ലൂസിയുടെ ജാലകത്തിനരികെ ക്വിൻസിയും അവനെ കണ്ടിട്ടുണ്ട്. അവന് മൂടൽ മഞ്ഞ് സൃഷ്ടിക്കുവാൻ കഴിയും. ആ കപ്പലിലെ മാന്യനായ കപ്പിത്താൻ്റെ അനുഭവം അതാണ് തെളിയിക്കുന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, തൻ്റെ ചുറ്റുപാടും മാത്രമേ അവന് ഈ മൂടൽ മഞ്ഞ് സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. നിറഞ്ഞ നിലാവിൽ ചെറിയ മഞ്ഞുതരികളായി അകത്തു കടക്കാൻ അവന് സാധിക്കും. ഡ്രാക്കുള കോട്ടയിലെ ആ സഹോദരിമാരെ ജൊനാഥൻ കണ്ടത് അങ്ങനെയാണ്. അവന് തലനാരിഴയോളം ചെറുതാവാൻ കഴിയും. ആ കുഴിമാടത്തിൻ്റെ വാതിലിൻ്റെ ഇടയിലൂടെ ലൂസിയുടെ പ്രേതം കടന്നുപോയത് നാം കണ്ടുവല്ലോ. പെട്ടിക്കുള്ളിലാക്കി അടച്ചുപൂട്ടി വിളക്കിയിട്ടാൽ പോലും അവന് പുറത്തു വരാനും അകത്ത് കടക്കാനും കഴിയും. അവന് ഇരുളിൽ കാഴ്ചയുണ്ട്. പക്ഷേ ഇതൊക്കെ അവന് ചെയ്യാൻ കഴിയുമെങ്കിലും അവൻ സ്വതന്ത്രനല്ല. ചങ്ങലക്കിട്ട ഭ്രാന്തനെ പോലെ അസ്വതന്ത്രനാണ്. വിചാരിക്കുന്നിടത്തൊക്കെ പോകാനുള്ള കഴിവില്ല. പ്രകൃതിയുടെ സൃഷ്ടിയല്ലെങ്കിലും അവന് പ്രകൃതിയുടെ പല നിയമങ്ങളും ബാധകമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഒരു വീട്ടിലേക്ക് അവിടുത്തെ ആരെങ്കിലും ഒരാൾ ക്ഷണിക്കുന്നതുവരെ അവന് കടന്നു ചെല്ലാൻ പാടില്ല. പക്ഷേ അതിനുശേഷം ഇഷ്ടമുള്ളപ്പോഴൊക്കെ വരികയും ചെയ്യാം. എല്ലാ പിശാചുകളെയും പോലെ തന്നെ സൂര്യൻ ഉദിക്കുന്നതോടെ അവൻ്റെ മായാശക്തികളൊക്കെ അസ്തമിക്കുന്നു. ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രമേ അവന് നിയന്ത്രിതമായ സ്വാതന്ത്ര്യം ലഭിക്കുന്നുള്ളൂ. തൻ്റേതായ അധികാരാതിർത്തിക്കുള്ളിൽ വച്ചല്ലെങ്കിൽ നട്ടുച്ചയ്ക്കും സൂര്യൻ്റെ ഉദയാസ്തമയ വേളകളിലും മാത്രമേ അവന് സ്വന്തം രൂപത്തെ മാറ്റാൻ കഴിയൂ. ഇത്രയും പരിമിതികളുണ്ടവന്. അവൻ്റെ മണ്ണ് നിറച്ച ശവപ്പെട്ടി എവിടെയാണെന്ന് നമുക്കറിയാം. ഒഴുക്കുള്ള വെള്ളത്തിലൂടെയും
തിരമാലകളെ ഭേദിച്ചും വളരെ മെല്ലെ മാത്രമേ അവന് പോകാൻ കഴിയൂ എന്നും പറയപ്പെടുന്നു. പിന്നെ അവനെ ദുർബലനാക്കുന്ന മറ്റ് ശക്തികളുണ്ട്, വെള്ളുള്ളിപ്പൂക്കൾ, കുരിശ് തുടങ്ങിയവ. ഇവയുടെ മുന്നിൽ അവൻ അകലെ പിൻവാങ്ങി നിശബ്ദനായി ബഹുമാനത്തോടെ ഒതുങ്ങി നിൽക്കുകയുള്ളൂ. വേറെ ചില സാധനങ്ങൾ കൂടിയുണ്ട്. നമുക്ക് നമ്മുടെ ആക്രമണവേളയിൽ അവ ആവശ്യമായി വരും. കാട്ടുറോസിന്റെ ഒരു കൊമ്പ് അവന്റെ ശവപ്പെട്ടിക്ക് മുകളിൽ വെച്ചാൽ അവൻ അതിനുള്ളിൽ ബന്ധിതനായി. ആ ശവപ്പെട്ടിക്കുള്ളിലേക്ക് ഒരു വെടിയുണ്ടയച്ചാൽ അവൻ യഥാർത്ഥമായി മരിക്കും. കുന്തം ദേഹത്തിൽ കുത്തിക്കയറ്റിയാലത്തെ ഫലം നാം കണ്ടറിഞ്ഞതാണ്. ശിരസ് ഛേദിച്ചു കളഞ്ഞാലും അവന്റെ ആത്മാവിന് മോക്ഷം കിട്ടും. അത് നാം സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ അറിയാവുന്നതൊക്കെ പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്കവനെ അവന്റെ പെട്ടിക്കുള്ളിൽ ബന്ധിച്ചു നിർത്താം, നശിപ്പിച്ചു കളയുകയും ചെയ്യാം. പക്ഷേ അവൻ അതിസമർത്ഥനാണ്. ബുദാപെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനോട് അവിടെയുള്ള പഴയ റെക്കോർഡുകളൊക്കെ പരിശോധിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം ഇവൻ പണ്ട് തുർക്കി വൻകരയുടെ അതിർത്തിയിൽ വെച്ച് തുർക്കികളെ തോൽപ്പിച്ച് കീഴടക്കിയ വോയ്വോഡ ഡി ഡ്രാക്കുളയായിരുന്നു. അത് ശരിയാണെങ്കിൽ നമ്മുടെ എതിരാളി ചില്ലറക്കാരനല്ല. കാരണം യുഗങ്ങൾക്ക് ശേഷമാണെങ്കിലും ഇന്നും അവൻ ഏറ്റവും തന്ത്രശാലിയും സമർത്ഥനും ധീരനുമായി വാഴ്ത്തപ്പെട്ടു വരുന്നുണ്ട്. ആ അപാരമായ മസ്തിഷ്ക ശക്തിയും മനോദാർഢ്യവും അവനെ ശ്മശാനത്തിൽ വെച്ചുപോലും വിട്ടുപിരിഞ്ഞിട്ടില്ല. അവ ഇന്നും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രാക്കുള കുടുംബക്കാർ മാന്യരായിരുന്നുവെങ്കിലും അവർക്ക് മന്ത്രവാദവും പിശാചുക്കളുടെ സേവയും ഉണ്ടായിരുന്നുവെന്നാണ് എൻ്റെ യൂണിവേഴ്സിറ്റി സുഹൃത്ത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചിരപുരാതനമായ റെക്കോർഡുകളിൽ ഡ്രാക്കുളമാരെ രക്തരക്ഷസുകളെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ പദത്തിൻ്റെ അർത്ഥം നമുക്കിന്ന് നല്ല പോലെ അറിയാം. ശവക്കോട്ടയിൽ മാത്രമേ ഇവയ്ക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ക്വിൻസി ശ്രദ്ധാപൂർവം ജാലകത്തിന് നേരെ നോക്കുകയായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് പിടഞ്ഞെണിറ്റ് പുറത്തേക്ക് പോയി. തെല്ല് നേരത്തേക്ക് ഒരു നിശബ്ദത പരന്നു. പ്രൊഫസർ വീണ്ടും ആരംഭിച്ചു. ഇനി നാം എന്തു ചെയ്യണമെന്ന് ചിന്തിക്കാം. വളരെയധികം കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുവച്ച് നമ്മുടെ പദ്ധതി തയ്യാറാക്കണം. ജൊനാഥന്റെ ഡയറിയിൽ നിന്ന് വൈറ്റ് ബിയിലേക്ക് 50 പെട്ടികളാണ് കൊണ്ടുവന്നതെന്നും എല്ലാം കാർഫാക്സിലാണ് ഇറക്കിയതെന്നും അതിനുശേഷം അവയിൽ ചിലത് വേറെ എവിടേക്കോ നീക്കം ചെയ്തിരിക്കുന്നുവെന്നും നമുക്കറിയാം. ആദ്യമായി നാം നോക്കേണ്ടത് ബാക്കിയുള്ള എല്ലാ പെട്ടികളും അവിടെ തന്നെയുണ്ടോ എന്നാണ്. പെട്ടികൾ വീണ്ടും നീക്കം ചെയ്തിട്ടുണ്ടോ എന്നറിയില്ലല്ലോ. അത് നാം ഇന്ന് പോയി നോക്കണം. നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പെട്ടെന്ന് ഞങ്ങളുടെ സംഭാഷണം നിന്നു. പുറത്ത് ഒരു കൈത്തോക്ക് പൊട്ടി ജനലിൻ്റെ കണ്ണാടി ചില്ല് ഉടഞ്ഞ് തകർന്നു വീണു. എതിർവശത്തെ ചുമരിൽ ഒരു ഉണ്ട ചെന്നു തറച്ചു. ഞാൻ പേടിച്ചരണ്ട് നിലവിളിച്ചുപോയി. എല്ലാവരും ചാടി എണീച്ചു. ആർദർ ജനലിനരികിലേക്ക് ഓടി വാതിൽ തള്ളി തുറന്നു. അപ്പോൾ പുറത്തുനിന്ന് ക്വിൻസിയുടെ ശബ്ദം കേൾക്കായി. ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ വല്ലാതെ പരിഭ്രമിപ്പിച്ചെന്ന് തോന്നുന്നു. കാര്യം ഞാൻ അകത്തേക്ക് വന്നിട്ട് പറയാം. താമസിയാതെ അദ്ദേഹം അകത്തേക്ക് വന്നു. ഞാൻ തീരെ മുൻകരുതലില്ലാതെ പ്രവർത്തിച്ചു. മീന, ഞാൻ മാപ്പു ചോദിക്കുന്നു. ഞാൻ നിങ്ങളെ വല്ലാതെ പേടിപ്പിച്ചു. പക്ഷേ സംഗതി ഇതാണ്. പ്രൊഫസർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ കടവാതിൽ വന്ന് ആ ജനൽപ്പടിമേലിരുന്നു. ഈയിടെയായി ഈ നാശങ്ങളെ കണ്ടാൽ എനിക്ക് വല്ലാത്ത ഭയമാണ്. എവിടെ വെച്ച് കണ്ടാലും അപ്പോൾ തന്നെ വെടിവെച്ച് കൊല്ലുകയാണ് പതിവ്. അതിന് തന്നെയാണ് ഞാൻ പുറത്തു പോയതും. ഉണ്ട അതിൻ്റെ ദേഹത്തിൽ ഏറ്റുവോ? പ്രൊഫസർ ചോദിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ. ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം അത് കാട്ടിലേക്ക് പറന്നുപോയി. അദ്ദേഹം തൻ്റെ സ്ഥാനത്ത് വന്നിരുന്നു. പ്രൊഫസർ വീണ്ടും തുടർന്നു. നാം ഇവൻ്റെ എല്ലാ പെട്ടികളും കണ്ടുപിടിക്കണം. പിന്നീട് എല്ലാം തയ്യാറായാൽ അവനെ പിടിക്കുകയോ ആ കെണിയിൽ വെച്ചു തന്നെ കൊല്ലുകയോ ചെയ്യണം. അല്ലെങ്കിൽ ആ പെട്ടികളിലുള്ള മണ്ണൊക്കെ ഭസ്മീകരിച്ചു കളയണം. എന്നാൽ പിന്നീട് അവന് രക്ഷപ്പെടാൻ സ്ഥലമില്ലാതാവും. അപ്പോൾ അവനെ മധ്യാഹ്നത്തിനും അസ്തമനത്തിനും ഇടയ്ക്ക് അവൻ്റെ ശരിയായ രൂപത്തിൽ കാണാൻ സാധിക്കും. ഏറ്റവും ദുർബലമായ ആ നിമിഷത്തിൽ നമുക്കവനെ ശരിപ്പെടുത്തുകയും ചെയ്യാം. മീന, ഇനി എല്ലാ കാര്യങ്ങളും ശരിപ്പെടുന്നതുവരെ നീ അകന്നു നിൽക്കണം. നിന്നെ ഈ ആപത്തിലേക്ക് വലിച്ചിഴക്കാൻ നിവൃത്തിയില്ല. കാരണം നീ ഞങ്ങൾക്ക് അത്രയും വിലപ്പെട്ടവളാണ്. ഇന്ന് രാത്രി നാം പിരിഞ്ഞാൽ പിന്നീട് ഈ കാര്യത്തെപ്പറ്റി നീ യാതൊന്നും ചോദിക്കരുത്. എല്ലാം സമയമായാൽ ഞാൻ പറയുന്നതാണ്. ഞങ്ങൾ പുരുഷന്മാരാണ്, സഹനശക്തിയുള്ളവരുമാണ്. നീ ഞങ്ങളുടെ ഐശ്വര്യദേവതയാണ്. നിനക്ക് ആപത്തൊന്നുമില്ലെന്നറിയുന്നത് ഞങ്ങളെ കൂടുതൽ സ്വതന്ത്രരായി പ്രവർത്തിക്കാൻ സഹായിക്കുകയുള്ളൂ. എല്ലാവർക്കും ജൊനാഥന് പോലും ശ്വാസം നേരെ വീണതുപോലെ തോന്നി. പക്ഷേ അവർ അപകടത്തെ ആശ്ലേഷിക്കുകയും ഞാൻ വെറുതെ നോക്കിയിരിക്കുകയും ചെയ്യണമെന്നത് എനിക്ക് തീരെ രുചിച്ചില്ല. അവർ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. എനിക്ക് അവരുടെ അഭിപ്രായത്തോട് യോജിക്കുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ.
ക്വിൻസി സംഭാഷണം ആരംഭിച്ചു. സമയം ഒട്ടും തന്നെ കളയാനില്ല എന്നുള്ളതുകൊണ്ട് നമുക്കവൻ്റെ കേന്ദ്രത്തിൽ ഇപ്പോൾ തന്നെ ഒരു തിരച്ചിൽ നടത്തിയാൽ എന്താണ്? അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ സമയമാണ്. നാം കഴിയുന്നത്ര വേഗത്തിൽ പ്രവർത്തിച്ചാൽ ഇനി ഒരാൾ കൂടെ ആക്രമിക്കപ്പെടാതെ കഴിഞ്ഞേക്കാം. പ്രവർത്തിക്കാനുള്ള സമയം അടുത്തുവെന്നറിഞ്ഞപ്പോൾ എനിക്ക് ബോധക്ഷയം വരുന്നതുപോലെ തോന്നി. പക്ഷെ ഞാനൊരക്ഷരം പറഞ്ഞില്ല. ഭയപ്പെടുകയോ ഒരടി പിന്നോക്കം വയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർ എന്നെ അവരുടെ കമ്മിറ്റിയിൽ നിന്ന് തന്നെ പുറത്താക്കിയേക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഉപാധികളോടുകൂടി അവർ ഇപ്പോൾ കാർഫാക്സിലേക്ക് പോയിരിക്കുകയാണ്. അവരെന്നോട് പോയി കിടന്നുറങ്ങാൻ പറഞ്ഞിരിക്കുന്നു. ഓ, താൻ സ്നേഹിക്കുന്നവരെല്ലാം ആപത്തിൽപ്പെട്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് ഉറങ്ങാൻ കഴിയുമായിരുന്നെങ്കിൽ. ഏതായാലും ഞാൻ ഉറക്കം നടിച്ച് കിടക്കട്ടെ, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ജൊനാഥന് കൂടുതൽ പരിഭ്രമമായേക്കും. 19. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. ഒക്ടോബർ 1. 4 മണി. ഞങ്ങൾ പുറത്തേക്കിറങ്ങാൻ ഭാവിക്കുകയായിരുന്നു. അപ്പോൾ റെൻഫീൽഡിൻ്റെ അടുത്ത് നിന്ന് അടിയന്തര സന്ദേശവുമായ ഒരാൾ വന്നു. അയാൾക്ക് എന്തോ അതിപ്രധാനമായ ഒരു കാര്യം എന്നോട് പറയാനുണ്ടത്രേ. എനിക്കല്പം ജോലി തിരക്കുണ്ടെന്നും അതിനാൽ രാവിലെ മാത്രമേ വരാൻ പറ്റുകയുള്ളൂവെന്നും അയാളോട് പറയാൻ ഞാൻ ആവശ്യപ്പെട്ടു. പരിചാരകൻ തുടർന്നു. സർ, അയാൾ വളരെയധികം കാര്യമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. ഇത്രയും ഗൗരവത്തിൽ ഞാൻ അയാൾ ഒരിക്കലും കണ്ടിട്ടില്ല. എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ തന്നെ അങ്ങ് അയാളെ കാണാൻ വന്നില്ലെങ്കിൽ ഒരുപക്ഷേ അയാൾക്ക് ഹാലിളക്കം ഉണ്ടായേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഇത്രയും പറയുകയില്ലെന്ന് എനിക്ക് തോന്നി. ശരി, ഞാൻ ഇപ്പോൾ തന്നെ വരാം. മറ്റുള്ളവരോട് ഒരു നിമിഷം കാത്തു നിൽക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. എന്നെയും ഒപ്പം കൂട്ടാമോ സുഹൃത്തെ? പ്രൊഫസർ ചോദിച്ചു. അയാളെപ്പറ്റി നിങ്ങൾ ഡയറിയിൽ എഴുതിയിട്ടുള്ളത് എനിക്ക് വളരെ രസം തോന്നിയതാണ്. പോരാത്തതിന് നമ്മുടെ കേസുമായി അയാൾക്ക് എന്തോ ബന്ധമുണ്ട് താനും. എനിക്ക് അയാളെ കാണാൻ അതിയായ താല്പര്യമുണ്ട്, പ്രത്യേകിച്ചും അയാളുടെ ഹൃദയം ക്ഷുഭിതമായിരിക്കുമ്പോൾ. ഞാനും വരട്ടെ? ആർതർ ചോദിച്ചു. ഞാനും? ക്വിൻസിയും ചോദിച്ചു. ഞാനും വന്നോട്ടെ ജൊനാഥൻ. ഞാൻ തലകുലുക്കി. ഞങ്ങൾ എല്ലാവരും കൂടി താഴേക്ക് പോയി. അയാളാകെ വികാരോദ്ദീപ്തനായിരുന്നു. പക്ഷേ സംഭാഷണത്തിലും പെരുമാറ്റത്തിലും മുമ്പത്തേക്കാളും അധികം നിയന്ത്രണം പാലിക്കുന്നുമുണ്ട്. അയാൾ തികച്ചും സ്വാത്മബോധമുള്ളവനായി കാണപ്പെട്ടു. സാധാരണ ഭ്രാന്തന്മാരിൽ ഒരിക്കലും കാണാത്ത സ്ഥിതിവിശേഷമാണത്. തനിക്ക് ഭ്രാന്തില്ലെന്ന് മറ്റുള്ളവർ തികച്ചും കരുതുമെന്ന് അയാൾ വിശ്വസിക്കുന്നത് പോലെ തോന്നി. ഞങ്ങൾ മുറിയിലേക്ക് കടന്നു. പക്ഷേ മറ്റുള്ളവരാരും ആദ്യം യാതൊന്നും പറഞ്ഞില്ല. തന്നെ ഉടനെ തന്നെ ഭ്രാന്താലയത്തിൽ നിന്ന് വിട്ടയക്കണമെന്നും വീട്ടിൽ പോകാൻ അനുവദിക്കണമെന്നുമാണ് അയാൾ ആവശ്യപ്പെട്ടത്. തനിക്ക് സുഖക്കേട് തീരെ മാറിയെന്നാണ് അയാളുടെ അവകാശവാദം. എൻ്റെ കാര്യത്തിൽ ന്യായമായ ഒരു വിധി പറയണമെന്ന് ഞാൻ താങ്കളുടെ സുഹൃത്തുക്കളോട് അപേക്ഷിക്കുകയാണ്. ഓ, പക്ഷേ താങ്കൾ ഇനിയും ഇവരെ പരിചയപ്പെടുത്തി തന്നില്ലല്ലോ. ഞാനാകെ അമ്പരന്നുപോയി. ഭ്രാന്താലയത്തിലെ ഒരു രോഗിയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. പക്ഷേ അയാളുടെ പെരുമാറ്റത്തിൽ ഒരു സമത്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ തെല്ലും സംശയിക്കാതെ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇത് ആർതർ, ഇദ്ദേഹം പ്രൊഫസർ വാൻ ഹെൽസിംഗ്, ക്വിൻസി, ജൊനാഥൻ, പിന്നെ ഇത് റെൻഫീൽഡ്. ഓരോരുത്തർക്കും കൈ കൊടുക്കുമ്പോൾ അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. ആർതർ, താങ്കളുടെ അച്ഛനെ ഞാൻ അറിയും. ഇപ്പോൾ ആ സ്ഥാനപ്പേര് താങ്കൾ വഹിക്കുന്നത് കൊണ്ട് അദ്ദേഹം മരിച്ചുപോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് അതിയായ വ്യസനമുണ്ട്. മിസ്റ്റർ ക്വിൻസി, പേരുകേട്ട നിങ്ങളുടെ സംസ്ഥാനത്ത് ചൊല്ലി നിങ്ങൾക്ക് അഭിമാനം കൊള്ളാം. അത് ഈയിടെയായി യൂണിയനോട് ചേർക്കുകയുണ്ടായല്ലോ. അതിന് ദൂരവ്യാപകമായ ഫലമുണ്ട്. പ്രൊഫസർ വാൻ ഹെൽസിംഗ് കാണാൻ കഴിഞ്ഞതിൽ ഞാൻ തികച്ചും അഭിമാനിക്കുന്നു. ലോകമര്യാദകളൊന്നും ഞാൻ മാനിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. മസ്തിഷ്ക ചികിത്സയിലും വൈദ്യശാസ്ത്രത്തിൻ്റെ മറ്റു ശാഖകളിലും വളരെ വിപുലമായ പല കണ്ടുപിടുത്തങ്ങളും കൊണ്ട് അങ്ങും പാരമ്പര്യ മര്യാദകളൊക്കെ അത് ലംഘിച്ചിരിക്കുകയാണല്ലോ. മാന്യരെ, സമുദായത്തിൽ മാന്യമായ സ്ഥാനമുള്ളവരാണ് നിങ്ങളൊക്കെ. എൻ്റെ സ്ഥിരചിത്തതയ്ക്ക് ഞാൻ നിങ്ങളെയൊക്കെ സാക്ഷികളായി കണക്കാക്കുന്നു. ഡോക്ടർ സെവാർഡ്, അങ്ങ് വൈദ്യശാസ്ത്ര നിപുണനാണ്, ശാസ്ത്രജ്ഞനുമാണ്. എൻ്റെ അസാധാരണമായ പരിതസ്ഥിതികളെ അങ്ങ് ശരിയായ വിധത്തിൽ കണക്കിലെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആത്മവിശ്വാസത്തോടെയാണ് അയാൾ ഈ ഒടുവിലത്തെ വാചകം ഉച്ചരിച്ചത്. ഞങ്ങളാകെ മിഴിച്ചുപോയി. അയാളുടെ സ്വഭാവവും രോഗത്തിൻ്റെ വിശദമായ ചരിത്രവും എല്ലാം തന്നെ എനിക്ക് വ്യക്തമായി അറിയാമായിരുന്നു. എന്നിട്ടും എനിക്ക് അയാളുടെ അഭിപ്രായത്തോട് യോജിക്കാതിരിക്കാൻ വയ്യെന്ന് തോന്നി. കാലത്ത് അയാളെ വിട്ടയക്കാൻ ആവശ്യമായ നടപടികളെല്ലാം എടുക്കാമെന്ന് ഞാൻ പറയാൻ ഭാവിക്കുകയായിരുന്നു. പക്ഷേ അയാളുടെ പെട്ടെന്നുള്ള ഹാലിളക്കത്തെ പറ്റിയൊക്കെ വ്യക്തമായി അറിയാമായിരുന്നതിനാൽ കുറച്ചുകൂടി കാക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഭേദമായി വരുന്നുണ്ട്. ഏതായാലും നാളെ കാലത്ത് കൂടുതൽ സംസാരിക്കാം.
അപ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുകയെന്ന് നോക്കുകയും ചെയ്യാം എന്നേ ഞാൻ അയാളോട് പറഞ്ഞുള്ളൂ. പക്ഷേ ഇത് അയാളെ തീരെ തൃപ്തിപ്പെടുത്തിയില്ല. അയാൾ തുടർന്നു, പക്ഷേ ഡോക്ടർ സെവാർഡ്, താങ്കൾ എൻ്റെ ആവശ്യം മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുന്നു. ഉടനെ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിയുമെങ്കിൽ ഇപ്പോൾ, ഈ നിമിഷത്തിൽ തന്നെ. സമയം ഏറ്റവും വിലപ്പെട്ടതാണ്. അയാൾ എന്നെ സൂക്ഷിച്ചു നോക്കി. എൻ്റെ മുഖത്തെ വിസമ്മത ഭാവം കണ്ടപ്പോൾ അയാൾ മറ്റുള്ളവരുടെ മുഖത്തേക്ക് ശ്രദ്ധാപൂർവം മാറി മാറി നോക്കാൻ തുടങ്ങി. അനുകൂല ഭാവം കാണാഞ്ഞപ്പോൾ അയാൾ തുടർന്നു, അപ്പോൾ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റാണോ? അതെ, ഞാൻ തുറന്നു പറഞ്ഞു. തെല്ലു നേരത്തെ ഗാഢമായ നിശബ്ദതയ്ക്ക് ശേഷം അയാൾ തുടർന്നു, എന്നാൽ ഞാൻ ഇങ്ങനെ അപേക്ഷിക്കാൻ ചില വേറെ കാരണങ്ങൾ കൂടിയുണ്ട്. ഞാനിത് അഭ്യർത്ഥിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതിനെപ്പറ്റി മുഴുവൻ തുറന്നു പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല. പക്ഷെ എന്നെ വിശ്വസിക്കൂ, അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, നിസ്വാർത്ഥമാണ്, ആത്മാർത്ഥമായ കർത്തവ്യ നിർവഹണ ബോധത്തിൽ നിന്നും ഉദിച്ചതുമാണ്. സർ, നിങ്ങൾക്ക് എൻ്റെ ഹൃദയം മുഴുവനും കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് യോജിക്കും. മാത്രമല്ല, എന്നെയും നിങ്ങളുടെ ഉത്തമ സുഹൃത്തുക്കളിൽ ഒരാളായി അംഗീകരിക്കുകയും ചെയ്യും. അയാൾ വീണ്ടും ഞങ്ങളെ വളരെ ശ്രദ്ധാപൂർവം നോക്കി. അയാളിലെ ഈ പെട്ടെന്നുള്ള വ്യത്യാസവും ഭ്രാന്തിൻ്റെ മറ്റൊരു രൂപമാണെന്നും കുറേയധികം സംസാരിക്കാൻ അനുവദിച്ചാൽ ഒടുവിൽ സ്വന്തം രൂപം കാണിക്കാതിരിക്കുകയില്ലെന്നും എനിക്ക് തോന്നി. വാൻ ഹെൽസിംഗ് ദത്താവധാനനായി അയാളെ തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ സമനിലയിലുള്ള ഒരു സുഹൃത്തിനോടെന്ന പോലെ അദ്ദേഹം പറഞ്ഞു, ഈ രാത്രി തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നതിനുള്ള കാരണം എന്താണ്? ഞാനൊരു അപരിചിതനാണ്, എന്നാലും ഞാൻ വാക്കുതരുന്നു. അത് തുറന്നു പറയുകയാണെങ്കിൽ, താങ്കൾ തുറന്ന ഹൃദയത്തോടെ പെരുമാറുകയാണെങ്കിൽ, ഡോക്ടർ സെവാർഡ് സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിങ്ങളുടെ അഭീഷ്ടം സാധിച്ചു തരും. അയാൾ വിഷാദഭാവത്തോടെ തലകുലുക്കി. പ്രൊഫസർ തുടർന്നു, സർ, ഒന്നുകൂടി ചിന്തിച്ചു പറയൂ. ഉദാത്തമായ കാര്യങ്ങളാണുള്ളതെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു. അത് ഞങ്ങളെ വിശ്വസിപ്പിക്കാൻ പറയുന്നതാണ്. നിങ്ങൾ ഇപ്പോഴും ചികിത്സയിലുള്ള ഒരു രോഗിയാണ്. നിങ്ങൾ ശരിയായ വഴിക്ക് ഞങ്ങളെ സഹായിക്കാൻ തയ്യാറില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ കടമ നിറവേറ്റുക? കുറെ കൂടി ബുദ്ധിപൂർവ്വം പെരുമാറൂ. ഞങ്ങളെ സഹായിക്കൂ. കഴിയുമെങ്കിൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ സഹായിക്കും. അയാൾ തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു, ഡോക്ടർ വാൻ ഹെൽസിംഗ്, എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ വാദം ശരിയാണ്. പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ തെല്ലും മടികൂടാതെ ഞാൻ എല്ലാം തുറന്നു പറയുമായിരുന്നു. പക്ഷേ ഞാൻ അസ്വതന്ത്രനാണ്. നിങ്ങൾ എന്നെ വിശ്വസിക്കണമെന്ന് അപേക്ഷിക്കുവാൻ മാത്രമേ എനിക്ക് നിവൃത്തിയുള്ളൂ. നിഷേധിക്കുകയാണെങ്കിൽ അതിൻ്റെ അനന്തരഫലങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയല്ല. രംഗം അവസാനിപ്പിക്കാറായെന്ന് എനിക്ക് തോന്നി. വാതിലിനരികിലേക്ക് നടന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, സുഹൃത്തുക്കളെ, വരുവിൻ, നമുക്ക് ജോലിയുണ്ട്. ഞാൻ വാതിൽക്കലിനരികിലെത്തിയപ്പോഴേക്കും രോഗി പെട്ടെന്ന് എൻ്റെ അരികിലേക്ക് വന്നു. എന്നെ ആക്രമിക്കാനാണ് വരുന്നതെന്ന് ഞാൻ ഭയപ്പെട്ടു. പക്ഷേ എൻ്റെ ഭയം അടിസ്ഥാനരഹിതമായിരുന്നു. അയാൾ അരികെ വന്ന് കൈനീട്ടി യാചനാഭാവത്തിൽ തൻ്റെ അപേക്ഷ ആവർത്തിക്കുകയാണ് ചെയ്തത്. എൻ്റെ തീരുമാനം ഒന്നുകൂടെ സ്ഥിരീകരിക്കപ്പെടുകയാണ് അതുകൊണ്ടുണ്ടായത്. ഞാൻ വാൻ ഹെൽസിങ്ങിൻ്റെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിലും അതേ ഭാവം നിഴലിച്ചു കണ്ടു. അധികം പറയുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് ഞാൻ അയാളോട് പറഞ്ഞു. അന്ന് ഒരു പൂച്ചയെ ആവശ്യപ്പെട്ടപ്പോൾ ഇതേ ഭാവം ഞാൻ അയാളിൽ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല ഉണ്ടായത്. തൻ്റെ അപേക്ഷ തികച്ചും നിരസിക്കപ്പെടുകയാണെന്ന് കണ്ടപ്പോൾ അയാൾ മുട്ടുകുത്തി കൈ ഉയർത്തി നിന്ന് ദയനീയ സ്വരത്തിൽ യാചിച്ചു. ആ കണ്ണുകളിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി നിന്ന് കവിളുകളിലൂടെ ഒഴുകുന്നുണ്ടായിരുന്നു. ഹോ ഡോക്ടർ സെവാർഡ്, എന്നെ ഈ നിമിഷത്തിൽ വിട്ടയക്കണമെന്ന് ഞാൻ കാലുപിടിച്ച് യാചിക്കുകയാണ്. എന്നെ ഇവിടെ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കൂ. അങ്ങേക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അയച്ചോളൂ. വേണമെങ്കിൽ കാവൽക്കാരെയും ഒപ്പം അയച്ചോളൂ. അവർ ചങ്ങലയും ചാട്ടവാറും കയ്യിലെടുത്തുകൊള്ളട്ടെ. വേണമെങ്കിൽ എൻ്റെ കാലുകൾക്കും ചങ്ങലയിട്ടുകൊള്ളട്ടെ. എന്നാലും എന്നെ ഈ മുറിയിൽ നിന്ന് പുറത്തു കടക്കാൻ അനുവദിക്കൂ. എന്നെ ഇവിടെ തന്നെ ഇടുന്നതിൻ്റെ അനന്തരഫലം എന്താണെന്ന് അങ്ങേക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എൻ്റെ ആത്മാവിൻ്റെ അഗാധതയിൽ നിന്നാണ് സംസാരിക്കുന്നത്. എന്നെ സ്വതന്ത്രനാക്കാതിരിക്കുന്നത് വഴി ഏറ്റവും വലിയ തെറ്റാണ് അങ്ങ് ചെയ്യുന്നത്. അതിൻ്റെ ഗൗരവം അങ്ങേക്ക് അറിഞ്ഞുകൂടാ. എനിക്കത് പറയാനും പാടില്ല. ഓ, എൻ്റെ ഹൃദയം തകരുകയാണ്. എനിക്ക് പറയാൻ പാടില്ലല്ലോ. അങ്ങ് പുണ്യമായി കരുതുന്ന എല്ലാറ്റിൻ്റെയും പേരിൽ, പ്രിയപ്പെട്ട എല്ലാറ്റിൻ്റെയും പേരിൽ, ജീവിച്ചിരിക്കുന്നവരുടെ പേരിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. എന്നെ ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകൂ. എൻ്റെ ആത്മാവിനെ കളങ്കത്തിൽ നിന്ന് വിമുക്തമാക്കൂ. അങ്ങ് കേൾക്കുന്നില്ലേ? അങ്ങേക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? എനിക്ക് ഭ്രാന്തില്ലെന്നും ആത്മാർത്ഥതയോടെയാണ് ഞാൻ സംസാരിക്കുന്നതെന്നും അങ്ങേക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? ഞാൻ എൻ്റെ ആത്മാവിൻ്റെ പേരിലാണ് അപേക്ഷിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലേ? ഹോ, ഞാൻ പറയുന്നത് കേൾക്കൂ. എന്നെ പോകാൻ അനുവദിക്കൂ. ഞാൻ പോകട്ടെ. ഇനി തുടരാൻ അനുവദിച്ചാൽ അയാൾ കൂടുതൽ ക്ഷുഭിതനാവുകയേ ഉള്ളൂവെന്ന് എനിക്ക് തോന്നി. ഞാൻ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വരൂ, മതി.
ധാരാളമായി, കിടക്കയിൽ പോയി കിടന്നുറങ്ങ്. അയാൾ പെട്ടെന്ന് നിർത്തി കുറച്ചു നേരം എന്നെ സൂക്ഷിച്ചു നോക്കി. പിന്നീട് ഒരക്ഷരം ശബ്ദിക്കാതെ നേരെ പോയി കിടക്കയിലിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ അയാൾ ആകെ തകർന്നിരിക്കുന്നു. എല്ലാവരുടെയും പുറകിലായി ഞാൻ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയായിരുന്നു. അപ്പോൾ അയാൾ ഉറച്ച ശാന്തസ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു: ഡോക്ടർ സെവാർഡ്, ഒരു ഉപകാരം ചെയ്യണം. അങ്ങയെ ബോധ്യപ്പെടുത്താൻ എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് അങ്ങ് വിസ്മരിക്കരുത്.